നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനുള്ള ബ്രസീൽ സ്ക്വാഡിനെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മളൊക്കെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കിയത് കോച്ച് കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുമോ എന്നാണ്. നമ്മൾ മാത്രമല്ല, ബ്രസീലിലെ ആബാലവൃദ്ധൻ ജനങ്ങളും നെയ്മർ ജൂനിയറുടെ കോളപ്പിന് വേണ്ടി കാത്തിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സ്പഷ്ടമായ തെളിവുകളാണ് അവിടെ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ. അതിൽ നമ്മൾ കാണുന്നില്ലേ, കുഞ്ഞു മക്കൾ കിടന്ന് ആഘോഷിക്കുന്നു നെയ്മറുടെ പേര് പറയുമ്പോൾ, ചെറുപ്പക്കാർ കിടന്ന് തുള്ളിച്ചാടുന്നു, പ്രായമായവർ ആവേശം കൊള്ളുന്നു. ഇതൊക്കെയാണ് അവിടുത്തെ സാധാരണ ജനങ്ങൾ. അതേസമയം അവിടുത്തെ ഫുട്ബോൾ എക്സ്പേർട്സ് നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തിയതിനെതിരെ അതിശക്തമായ ഭാഷയിൽ കോച്ച് കാർലോ ആഞ്ചലോട്ടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ബ്രസീൽ പോകുന്നത് കുട്ടിക്കളിക്കല്ല, ഒരു വേൾഡ് കപ്പിനാണ്. അവിടെ ഹയർ ലെവലിൽ മികച്ച പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഫിസിക്കലി ഫിറ്റായ താരങ്ങളെയും കൊണ്ടുപോകണം. ജാവോ പെഡ്രോയെ പോലെയുള്ള താരങ്ങളെയൊക്കെ പുറത്തിരുത്തിയിട്ട് പകരം നെയ്മറെ കളിപ്പിക്കുന്നത് ശരിയല്ല എന്ന് PVC പറയുമ്പോൾ, പൗലോ വിനീഷ്യസ് കോയിലോ ബ്രസീലിലെ പ്രമുഖനായിട്ടുള്ള ഫുട്ബോൾ നിരീക്ഷകനാണ്, ഫുട്ബോൾ എക്സ്പേർട്ടാണ്. നമ്മൾ പലപ്പോഴും കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ UL സ്പോർട്ടിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ മറ്റൊരു പ്രമുഖ ഫുട്ബോൾ നിരീക്ഷകൻ മൗഡോ സെസാർ പെരീര അതിശക്തമായ ഭാഷയിൽ കോച്ചിനെതിരെ തിരിയുന്നത് വെറും മാർക്കറ്റിംഗ് തന്ത്രമാണ്. പ്രൊഫഷണൽ കോച്ചായ കാർലോ ആഞ്ചലോട്ടി ഒരിക്കലും ഇതിന് വഴങ്ങരുതായിരുന്നു. ഇത് CBF മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്, നെയ്മർ ഉണ്ടെങ്കിൽ ഒന്നുകൂടി കച്ചവടം നടക്കുമല്ലോ എന്ന തരത്തിൽ നെയ്മറെ ടീമിലേക്ക് തിരികെ കയറ്റിയതാണ് എന്ന് മൗറോ സെസാർ പെരീര ആരോപിക്കുന്നു. ഇങ്ങനെ പല എക്സ്പേർട്ടുകളും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്താണ്. പ്രത്യേകിച്ച് ജാവോ പെഡ്രോയുടെ ഒഴിവാക്കലാണ് പലരെയും വലിയ രൂപത്തിൽ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഏതായാലും മൗറോ സെസാർ പെരീര പറഞ്ഞത് ആദ്യം നോക്കാം, എന്നിട്ട് PVC പറഞ്ഞത് നോക്കാം. മൗറോ സെസാർ പെരീര ഇന്നലെ UL സ്പോർട്ടിലെ ചർച്ചയിൽ പറഞ്ഞത്, ഇത് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബ്രസീലിൻ്റെ കോച്ച് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പ് ലെവൽ കോച്ചാണ്. അങ്ങനെയുള്ളൊരു കോച്ച്, കാർലോ ആഞ്ചലോട്ടിയെ പോലൊരു കോച്ച് മാർക്കറ്റേഴ്സിൻ്റെ മുന്നിൽ തലകുമ്പിട്ടിരിക്കുന്നു, അവർക്ക് കീഴടങ്ങിയിരിക്കുന്നു, ലോബിയിങ്ങിന് കീഴടങ്ങിയിരിക്കുന്നു. ഈ എൻ്റയർ സർക്കസ് ഒരുക്കിയത് CBF ആണ്. CBS ഒരുക്കിയ ഒരു സർക്കസാണ് നമ്മൾ കണ്ടത്. അതുവഴിയാണ് നെയ്മറെ കോളപ്പ് ചെയ്തിരിക്കുന്നത്. ആവശ്യമില്ലാതെ വലിയ രൂപത്തിൽ ഹൈപ്പുണ്ടാക്കി, എന്നിട്ട് അതുവഴി മെർക്കൻഡൈസിങ് നടത്തുക, കച്ചവടം നടത്തുക, അതാണ് ഉദ്ദേശം. ഇത് തീർച്ചയായിട്ടും ബ്രസീലിന് വലിയ തിരിച്ചടിയാണ്. 2006 വേൾഡ് കപ്പിൽ ഇതുപോലെ സംഭവിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അതിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരിക്കലും ബ്രസീൽ ടീമിന് ഗുണം ചെയ്യില്ല എന്നാണ് മൗറോ സെസാർ പെരീര ആരോപിക്കുന്നത്. അതുപോലെ PVC ജാവോ പെഡ്രോയെ ഒഴിവാക്കി നെയ്മറെ എടുത്തതിനെതിരെ രംഗത്ത് വരുന്നു. പൗലോ വിനീഷ്യസ് കോയിലോ ഇന്നലെ പറഞ്ഞത്, ആഞ്ചലോട്ടി ലോകത്തെ ഏറ്റവും മികച്ച ലീഗായ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ജാവോ പെഡ്രോ അടിച്ച 15 ഗോളുകൾക്ക് മേലെ കണ്ടത് നെയ്മർ ഇവിടെ ബ്രസീലിയറോയിൽ കളിച്ച 15 കളികളാണ്. നോക്കണം, ആഞ്ചലോട്ടി വേൾഡ് കപ്പിനാണ് സ്ക്വാഡ് കൊണ്ടുപോകുന്നത് നോക്കണം. അവിടെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏർലിംഗ് ഹാലൻഡും അതുപോലെ ഇഗോർ തിയാഗോയും ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഗോൾ അടിച്ചിട്ടുള്ള താരം. ആ താരമാണ് ജാവോ പെഡ്രോ. ആ ജാവോ പെഡ്രോയെ ഒഴിവാക്കിയിട്ടാണ് നെയ്മറെ സ്ക്വാഡിലേക്ക് എടുക്കുന്നത്. എന്തിന്? സാൻഡോസിൽ കുറച്ച് കളി കളിച്ചു എന്നും പറഞ്ഞുകൊണ്ട്. നെയ്മർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ അതൊന്നും ലോകത്തെ ഏറ്റവും മികച്ച കോമ്പറ്റീഷനായ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് ഉൾപ്പെടാൻ മാത്രമുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടില്ല. ജാവോ പെഡ്രോയുടെ കാര്യത്തിൽ പ്രീമിയർ ലീഗ് പോലുള്ള ഒരു ടൂർണമെൻറ്റിൽ അദ്ദേഹം ഗോളടിച്ച് കൂട്ടുന്നുണ്ട്. എന്നിട്ടും നെയ്മർ ഉൾപ്പെടുത്താൻ വേണ്ടി ജാവോ പെഡ്രോ ഒഴിവാക്കിയത് തീർത്തും തെറ്റായ തീരുമാനമാണ്, ആഞ്ചലോട്ടിയുടെ മിസ്റ്റേക്കാണ് എന്ന് പൗലോ വിനീഷ്യസ് കോയിലോയും തുറന്നടിക്കുന്നു. ഏതായാലും ഒരു നാട്ടിൽ എല്ലാ വിഷയത്തിലും വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ടാവും. അപ്പോൾ അവർ ഇങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ പറയും. പലരും പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു വിശകലനമാണ് ഇത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.